ഹലോ ആവണി, എന്തിനാ എപ്പോഴും വിളിച്ചിങ്ങനെ കാശ് ചോദിക്കുന്നത്? അത് ഞാൻ കാശും ചോദിച്ചില്ലല്ലോ. പിന്നെ എനിക്കെന്നെ കാണണം ആവണി. പറ്റില്ല. അമ്മ എന്താ അമ്മ എന്തിനു ഞെട്ടിയേ? ഞാൻ ഞെട്ടിയൊന്നുമില്ല. നീ എന്തിനാ വന്നേ? ഞാൻ സ്നാക്സ് എടുക്കട്ടെ ചോദിക്കാൻ വന്ന. പോയി എടുത്ത് കഴിച്ചോ. ഓക്കെ അമ്മ. അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പോയി എടുത്ത് കഴിക്കേ. അഭിയാണത്? നേരത്തെ പറഞ്ഞ കാര്യമൊന്നും നടക്കില്ല. അതൊക്കെ നടക്കും. എന്തായാലും തന്നെ കാണാൻ വരും. വരുന്നതിന് മുന്നേ വിളിക്കാം. കണ്ട രാവിലെ തൊട്ടേ നിൽക്കുക. ആവണി, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ആവണി, സാധാരണ അവധി ദിവസങ്ങളിൽ നീ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കണല്ലേ? ഇന്നിപ്പോ അവധി ദിവസമായിട്ട് നീ നോക്കിയ സ്റ്റൗ പോലും കത്തിച്ചിട്ടില്ല. അമ്മ, എനിക്ക് മെഡിസിൻ കഴിക്കണ്ട, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി താ. നിങ്ങളൊരു 10 മിനിറ്റ് ഇരിക്കും, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരാം. അതത്ര ശരിയല്ല. ഇന്നലെ ആരോ ഫോൺ വിളിച്ച് അമ്മ ടെൻഷനില്ല. ഫോൺ വിളിച്ചെന്നാ? ആര്? ഏത് ഫോൺ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ പോയി റെഡിയായേ. മാളു, ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കരുത്. നീര് വരുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. ചെല്ല്. അബി, പോടാ, പോയി റെഡിയാവ. ചേച്ചി വാ, നമുക്ക് പോവാ. എന്താ നോക്കുന്നത്? എന്ന് നോക്കാൻ പാടില്ലേ? നിങ്ങൾ പോയി റെഡി ആവുന്നേ. ചെല്ല്, പോ. എന്താ പറ്റിയേ? ഒരു പന്തി കേടുണ്ടല്ലോ. നോക്കട്ടെ. എന്തു പറ്റി ആവണി? ആവണി, എന്താ അമ്മ? കുറെ നേരമായല്ലോ നീ ഭക്ഷണം വെച്ചിരിക്കുന്നത്, ഒന്നും കഴിക്കുന്നുമില്ല. എന്തു പറ്റി? ഒന്നുമില്ലമ്മ. മോഹനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ ഈ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കേ. എടാ മോഹന, നിങ്ങൾ തമ്മിലുള്ള വഴക്കുണ്ടോ? വഴക്ക? എന്ത് വഴക്ക്? അതിന് വാതുറന്നെന്തെങ്കിലും പറഞ്ഞാലേ വഴക്കിടാൻ പറ്റൂ. ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. അല്ല, നീയായിട്ട് വല്ല പ്രശ്നം എന്തെങ്കിലും? എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നവുമില്ല. എന്നെ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ വിടുവോ? ഒറ്റയ്ക്ക് ഇരുന്നാ തീരുന്ന പ്രശ്നമാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നോ, ഞാൻ പോയേക്കാം. അഞ്ചു വാ. നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? ഒന്ന് എഴുന്നേറ്റ് പോ മോനേട്ടാ. ഞാൻ കുറച്ചു നേരം വെറുതെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞില്ലേ? ആയിക്കോട്ടെ. ഞാനെന്താടോ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? വക്കീലല്ലേ അത്യാവശ്യമായിട്ടൊന്നും പറയാണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയാം. ആദ്യം താൻ എന്തിനാ വരാന്ന് പറഞ്ഞു പറ. രാവിലെ തന്നെ മൂഡ് ഓഫ്. അല്ലെങ്കിൽ താൻ എന്നാടോ ഈ മൂഡ് ഓഫ് അല്ലാത്ത? എനിക്കല്ല, ആവണിക്ക്. അത് കുറ്റബോധം കൊണ്ടായിരിക്കും. കുറ്റബോധം എന്തിന്? തന്നെ വഞ്ചിക്കല്ലേടോ, അതിന്റെ ഒരു കുറ്റബോധം ഇല്ലാതിരിക്കോ? ഒന്ന് പോവാക്കിയല്ലേ. എൻ്റെ പേടി ആ പോസ്റ്റ്മാൻ മദനും ആവണിയും തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോന്ന് എൻ്റെ പേടി. അതിന് യാതൊരു സ്കോപ്പും ഇല്ല. ആ കാര്യം പറയാൻ വേണ്ടിയാണ് തന്നെ ഞാൻ വിളിച്ചത്. മദനം നാളെ എത്തും. അതേ കിടക്കണം അടുത്തത്. അപ്പം അയാളുടെ അമ്മയുടെ അസുഖമൊക്കെ മാറിയോ? അതൊന്നും എനിക്കറിയില്ല. നാളെ മദൻ ഇവിടെ സ്ഥലത്തെത്തും. നമുക്ക് വളരെ വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം ആവണി മൂഡ് ഔട്ടായത് പോസ്റ്റ്മാൻ്റെ കാര്യമല്ല? ഒരിക്കലും അല്ല. പിന്നെ എന്തായിരിക്കും? തൻ്റെ ആവണിക്കൊരു ബെസ്റ്റ് ഇല്ലേ? എന്താ അവൻ്റെ പേര്? കമ്പിളിയാ? കമ്പിളിയല്ല, അമ്പിളി. എന്ത് കിളിയായാലും അവർ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടോ? അവർ തമ്മിൽ എനിക്കറിയാൻ പാടില്ല. തനിക്ക് പിന്നെ എന്തറിയാടൂ? കുറേ ദുരൂഹതയുള്ള ഒരു ഭാര്യയും അവരെ പറ്റി ജീവിക്കുന്ന ഒരു ഭർത്താവും.
ഒന്ന് പോ വക്കീലേ. ദുരൂഹത, എന്ത് ദുരൂഹത? തൻ്റെ ഭാര്യക്കാണോ ദുരൂഹത ഇല്ലാത്ത? ഇവിടെ ഒരു 5 ഗുണ്ടകൾ ഇവിടെ വന്നാൽ ഇപ്പം ഇടിച്ച് നിലത്തിടൂല്ലേ അവര്? ഈ കാര്യം തന്നോട് കല്യാണത്തിന് മുന്നോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടോ ആവണി ഈ കരാട്ടെ അറിയുന്നോ കുംഫു അറിയുന്നോ എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മോനാ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. തൻ്റെ ഭാര്യ താൻ കാണുന്നതോ താൻ അറിഞ്ഞതോ ഒന്നുമല്ല. അവർക്ക് വളരെ വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ചിലപ്പോൾ അവരൊരു അണ്ടർ കവർ ഏജന്റ് ആയിരിക്കും. പിന്നെ അണ്ടർ കവർ ഏജന്റ്? എൻ്റെ പൊന്നു വക്കീൽ, അതൊരു പാവപ്പെട്ട കുടുംബത്തിലെ സരസ്വതി അമ്മയുടെ ശിവദാസന്റെ ഒരു മോളാണത്. അത് തനിക്ക് ഞാൻ തറപ്പിച്ച് പറയുന്നു മോന, ഈ ആവണിക്ക് താൻ അറിയാത്തൊരു പാസ്റ്റ് ഉണ്ട്. അവളുടെ ഉറക്കം കെടുത്തുന്ന ഒരു പാസ്റ്റ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ നാരായണ വക്കീൽ ഈ പണി ഇന്ന് നിർത്തൂടെ. ഹലോ, ആ ഇല്ല ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അടുത്തുണ്ട്. ആ പെട്ടെന്ന് വരാം. ഇല്ല വൈകില്ല വേഗം വരാം. ആ ശരി. ആരാണ്? ജഡ്ജിയാ? ആ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ടൊക്കെ ഇറങ്ങാൻ പറയും. ഫ്രീ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടേയിരിക്കും പുള്ളി. എന്തോടാ എനിക്കൊരു വിശ്വാസക്കുറവ്? എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. നാളെ രാവിലെ മതന്നെ കാണാൻ പോകണ്ടേ? പിന്നെ പോകണം. രാവിലെ നേരത്തെ ഇറങ്ങണം. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനിയിപ്പോൾ ചെന്ന് വൈകി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. താൻ പോയിട്ട് തൻ്റെ ഭാര്യയുടെ ദുരൂഹതയൊക്കെ അന്വേഷിക്കേ. എന്നാൽ പിന്നെ ശരി. ഇല്ല, ഒരു എക്സ്ക്യൂസും വേണ്ട മാഡം. ഇടിച്ചവന്റെ കൂമ്പ് പാട്ടിയേക്ക്. ഭാര്യമാരെ ഉപദ്രവിക്കുന്നമാർക്ക് ഇതൊരു പാഠമായിരിക്കണം. ആ വേണ്ട. ഹലോ, ഒന്നിന്ന്. എന്താ സുധേ? മാഡം ഞാൻ വിളിക്കാം കേട്ടോ, പിന്നെ വിളിക്കാം. ശരി, ഓക്കെ, ബൈ. നിങ്ങൾ ഇവിടെ പോയതായിരുന്നു? ഞാൻ പുറത്തൊരു ആളെ കാണാണ്ടായിരുന്നു. കഴിഞ്ഞ മാസം റെന്റ് കൊടുത്തില്ല ഓഫീസ് സ്പേസിന്റെ? അത് 1-2 കക്ഷികൾ പൈസ തരാണ്ടായിരുന്നു. അപ്പൊ കിട്ടിയ ഉടനെ കൊടുത്തോളാം. ഇനി കൊടുക്കണ്ട, ഞാൻ കൊടുത്തിട്ടുണ്ട്. അയ്യോ, കൊടുത്തോ? ആ കൊടുത്തു. ഞാൻ ആ ഫീസ് കിട്ടുമ്പോൾ തിരിച്ചു തന്നേക്കാം. ഓ, ഇനി തരുമൊന്നും വേണ്ട. നാളെ തന്നെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്തേക്ക്. എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ ഇവിടെ. അയ്യോ, ഇവിടേക്കോ? എന്താ, ഇവിടെ ഒരു മുറി ഇല്ലേ? ആ മുറി നമുക്ക് ഓഫീസായിട്ടോ യൂസ് ചെയ്യാന്നേ. എന്റെ ക്ലയൻസിനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ ആകപ്പാടെ 4-3-7 ക്ലയൻസും ഉണ്ട്. അവർക്ക് ഇതൊക്കെ ആവശ്യമുള്ളൂ. നാളെ തന്നെ ഷിഫ്റ്റ് ചെയ്തേക്ക്. ശരി, സുധ പറഞ്ഞ പോലെ ചെയ്യാം. പുതിയ കേസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഓഫീസിന്റെ തന്നെ ആവശ്യമുണ്ടോ? കിട്ടിയാ നന്നായിരുന്നു. എന്നാ തൽക്കാലം നിങ്ങൾ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യേ. ഓ ശരി. പിന്നെ നിങ്ങളെപ്പറ്റി വേറെ കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നേ. എന്തോന്ന്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ അന്വേഷിക്കുന്നുണ്ട് അതിനെപ്പറ്റി. വല്ല അറിയട്ടെ. അതെന്ത് കാര്യം ദൈവമേ? ഇനി ശരിക്കും ഇവൾക്ക് ഞാൻ അറിയാത്ത വല്ല പാസ്റ്റ് വല്ലതും ഉണ്ടാവോ? അങ്ങനെ എനിക്കത് കണ്ടുപിടിക്കണമല്ലോ. അബി, എന്താ വെള്ളിച്ചിനെ ഇത് എന്താ കാണിക്കുന്നേ? വാ നോക്കാം. ഹിന്ദി പാട്ടാ? ഹലോ, മോഹനേട്ടനോ? മോഹനേട്ടൻ പുറത്തു പോയിരിക്കുക. വരുന്ന കാര്യോ? വരാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ഒന്ന് പോവമ്മ. ഓ, അമ്മയായിരുന്നാ? വരാനിരുന്നപ്പോഴല്ലേ കൊച്ചു വീണ് കാല് വയ്യാതിരിക്കുന്നത്. ഞാൻ വരാം. പിള്ളേരൊക്കെ താഴെ ഉണ്ട്. എനിക്ക് ഇച്ചിരി പണിയുണ്ട്. ഞാൻ എന്നാ ഇത് കഴിഞ്ഞ് വിളിക്കാം അമ്മ. ശരി.
എന്താ ചെയ്യുന്നേ? ഏ അച്ഛൻ എന്താ ചെയ്യുന്നേന്ന്? എന്ത് ഞാൻ ഇവിടെ വെറുതെ നിൽക്കണൂടെ? വിളിച്ചു മണിയമ്മയെ ഫോളോ ചെയ്യുന്നുണ്ടാ? ഫോളോ ചെയ്യടാ എന്തിന്? അല്ല നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? താഴ്ത്തു വരുന്ന് കളിച്ചേ. എനിക്ക് ആ മാളൂൻ്റെ കൂടെ പോയി അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചാണ്. നിങ്ങൾ നേരത്തെ എവിടെ പോയതാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല എന്താ നിന്റെ രാവിലത്തെ മൂഡ് ഓഫ് ഒക്കെ മാറിയാ? എനിക്ക് മൂഡ് ഓഫ് ഒന്നും ഇല്ലായിരുന്നു. അമ്മ, അച്ഛൻ അമ്മടെ പുറകെ നടക്കുന്നു. നീ എന്തൊക്കെയാണ് ഈ പറയണത്? സത്യല്ലേ? എന്ത് സത്യം? നിങ്ങൾ ഇവിടെ എന്താ കാര്യം? പോയി താഴ്ത്തു വരുന്ന് കളിക്കാൻ നോക്കിയേ. വാണിയമ്മ ഞങ്ങൾ താഴെ വെച്ച് കണ്ടതാ. വെളിച്ചൻ വാണിയമ്മ ഒളിച്ചും പാത്തും ഫോളോ ചെയ്യുന്നു. പിന്നെ ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താ കാര്യം? ശരി, ഇപ്പൊ എന്നോട് വെക്കണം എന്താ കാര്യം ഒന്ന്? രാവിലെ തൊട്ട് മൂഡ് ഓഫ് ആയിട്ട് മുഖം വെറുപ്പിച്ച് നടക്കായിരുന്നല്ല, എന്നിട്ട് ഇപ്പൊ എന്നോട് വെക്കണം എന്താ കാര്യം? അതായിരുന്ന കാര്യം. അബി, ദേവു, മക്കള് താഴെ ചെന്നിരിക്കും. ചെല്ല്. നിങ്ങൾക്കും കാര്യം അറിയണം. പിന്നെ ഞങ്ങൾക്കും കാര്യം അറിയണം. ചെൻ താഴെ ഇരണ. കിന്നിരിക്കാൻ നിൽക്കുന്നു. അത് തന്നെ വേണോ? ചിലടാ പോയിരി. വാ ദേവു, കാര്യം കഴിഞ്ഞപ്പോ നമ്മൾ പുറത്ത് വാ. പുറത്തു പോകണ്ട, നല്ല വെയിൽ, അകത്തിരുന്നാ മതി കേട്ടാ. ശരി. ഇനി പറ, നീ രാവിലെ തൊട്ട് മൂഡ് ഓഫ് ആണല്ലോ. നിനക്ക് ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? രഹസ്യോ? നിങ്ങൾക്കല്ലേ രഹസ്യം മുഴുവനുള്ളത്. എനിക്കെന്ത് രഹസ്യം? എനിക്ക് രഹസ്യമൊന്നുമില്ല. നിങ്ങൾ എന്നോട് എനിക്ക് വല്ല രഹസ്യം ഉണ്ടോന്ന് ചോദിച്ചപ്പോ എന്റെ മുഖത്ത് വല്ല ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നോ? ഞാൻ തിരിച്ചു ചോദിച്ചപ്പോ നിങ്ങൾ കിടന്ന് പരിഭ്രമിക്കുകയാണല്ലോ. അപ്പൊ ആർക്കാ രഹസ്യം? അല്ലെങ്കിലും ഉത്തരം മുട്ടിക്കുന്നതിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ. സന്തോഷേ. ഓ ആ ചേട്ടാ അവൻ വഴിയാ? അതെ അതെ. അമ്മക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ സാറിനൊന്ന് കാണാം. ശരി. സന്തോഷേ. ഞാനൊന്നൊരു ലെറ്റർ കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്നേ, കൊടുത്തായിരുന്നോ? അത് അന്ന് തന്നെ കൊടുത്തല്ലോ സാർ. അവണിയുടെ കയ്യിലാണോ കൊടുത്തേ? ആവണിയുടെ കയ്യിലല്ല, ഹസ്ബൻഡിന്റെ കയ്യിൽ. ഓ, അത് വേണ്ടായിരുന്നു. അല്ല, അന്ന് അവിടെ ആവണി ഇല്ലായിരുന്നു. ആ. ഹസ്ബൻഡ് എന്തോ സർപ്രൈസ് കൊടുക്കണമെന്നാ. അത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമെന്നാ. അതുകൊണ്ട് നോട്ടത്തിലും സംസാരത്തിലൊന്നും നല്ല ജെന്യൂനാ തോന്നിയ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ശരി സന്തോഷേ. ഓ ശരി. ഇതിലെന്തോ കുഴപ്പമുണ്ട്. അവിടെ ഞാൻ ഇറങ്ങണേ. ഇറങ്ങാനോ? കഴിച്ചിട്ട് പോ. അല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പോകേണ്ടതാണ്. പിന്നെ ഞാൻ എന്തിനാ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? വന്ന് കഴിക്കേ. അല്ല, ഒരു മീറ്റിംഗ് ഉണ്ടതാണ്, അത് പോയില്ലെങ്കിൽ പ്രശ്നമാവും. മീറ്റിങ്ങോ? ആ, ഇന്ന് നിങ്ങൾക്ക് അവധിയല്ലേ, പിന്നെ എന്ത് മീറ്റിംഗ്? അയ്യോ, ഇത് ഓഫീസിലെ മീറ്റിംഗ് അല്ല, പുറത്തുള്ള മീറ്റിംഗ് ആണ്. ആ, ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തോ വലിയ കള്ളത്തരമുണ്ട്. എനിക്കെന്ത് കള്ളത്തരം? അതൊക്കെ ഞാൻ പറയാം, സമയാവട്ടെ. എന്നാ നീ ഫുഡ് എടുത്ത് നോക്ക്. അപ്പൊ അത്യാവശ്യമായിട്ട് മീറ്റിങ്ങിന് പോകണ്ടേ? ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ നിന്റെ ഫുഡ് കഴിച്ചാൽ മതി. മതി മതി, ബാക്കി എടുത്തോളാം. അതൊക്കെ കഴിക്കും, നെറുകെ കയറും. നല്ല ടേസ്റ്റ് ഉണ്ട്, അതാണ്. നീ എന്താണ് കാണിക്കണത്? എന്തോന്ന്? ഞാൻ അപ്പഴേ പറഞ്ഞ നെറുകെ കയറുമെന്ന്. അതിനാണ് ഈ ഭക്ഷണം കാണാത്ത ആൾക്കാരെ പോലെ ആക്രാന്തം വെച്ച് കഴിക്കണത്. ആ, അതെ വക്കീലേ. വൈകിയില്ല. ആ, ഞാൻ ഇപ്പം ഇറങ്ങും. ആ, വൈകില്ല, ഞാൻ ഇറങ്ങി. ആ, ശരി. എടാ, കൈ കഴുകിട്ട് പോവാൻ. എന്തോ ഈ കാണിക്കുന്നത്? ഇവനത് എന്ത് പറ്റി? ആ, എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കിടന്ന് ഓടുക. ഭക്ഷണവും കഴിച്ചില്ല മര്യാദയ്ക്ക്. ഈടോ, ഇത് തന്റെ കാര്യമാണോ അതോ എന്റെ കാര്യമോ? സമയത്തിനും കാലത്തിനൊക്കെ ഇറങ്ങണ്ടേടോ. ഞാൻ സമയത്തിന് ഇറങ്ങിയതാ വക്കീലേ. അപ്പോഴേക്കാണ് ആവണി ഫ്രണ്ടിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയിരുന്നു. ആ, താൻ ഭക്ഷണം കഴിച്ച് ഉണ്ടു ഉറങ്ങി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും പോസ്റ്റ്മാനും ആവണിയും തമ്മി കാണും. എൻ്റെ വക്കീൽ ഇപ്പോഴും ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ഒരു സമാധാനത്തിന് ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വക്കീലെടുത്ത് ഞാൻ വരുന്നിപ്പോൾ. പിന്നെ വക്കീൽ പറഞ്ഞനുസരിച്ച് ആവണിക്ക് എന്തെങ്കിലും ദുരൂഹത ഉണ്ടോയെന്ന് ഞാൻ നോക്കി. എന്നിട്ട് കണ്ടുപിടിച്ചോ? ഞാൻ ദുരൂഹത അന്വേഷിക്കാൻ പോയ എൻ്റെ അടുത്ത് അവൾ പറഞ്ഞതേ എനിക്കെന്തോ ദുരൂഹത ഉണ്ടെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ തന്റെ ദുരൂഹത എല്ലാം കൂടെ പറഞ്ഞു കൊടുക്കാറില്ലേ? ഒന്ന് പോയ വക്കീലേ.
എടോ താനൊരു 10 മിനിറ്റ് മുന്നേ വന്നിരുന്നത് ആ പോസ്റ്റ് ഓഫീസിൽ പോയി കയ്യോടെ പോസ്റ്റ്മാനെ കണ്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യായിരുന്നില്ലേ? വക്കീലിന് എൻ്റെ അവസ്ഥ മനസ്സിലാവാത്തോണ്ട് ഇങ്ങനെയൊക്കെ പറയണത്. എനിക്ക് മനസ്സിലാവും മോനാ, അതുകൊണ്ടല്ലേ ഞാൻ എല്ലാ കാര്യത്തിനും തൻ്റെ കൂടെ നിൽക്കുന്നേ. എൻ്റെ അമ്മോ, പ്രകാശൻ. വക്കീലെ, ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു വക്കീലിനെ. ഫോൺ എടുക്കാണ്ടിരുന്നെന്താ? ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഓണർ പറഞ്ഞ എല്ലാം ഡീലാക്കിയിട്ടാ. ഞാൻ പിന്നെ ഈ പോണ വഴിക്ക് നിങ്ങളെ കണ്ടപ്പോൾ നിർത്തിയതാ. എടാ, ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ പോരെ? പിന്നെ ഈ സ്ഥലം വക്കീൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നീ ത്രൂവേ മേടിക്കൂ, അത് പോരെ? മതി, ഒരു ടോക്കൺ കൊടുത്തിരണോ? ആ, എന്തൊരു കഷ്ടമാണെന്ന് നോക്ക് വക്കീലേ. എന്താ ചേട്ടാ? എടാ, നീ ടോക്കണ എന്താന്ന് വെച്ചാ നീ കൊണ്ട് കൊടുക്ക്. ഇവിടെ മനുഷ്യൻ ജീവൻ മരണ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. വക്കീലെ, വണ്ടിയിട്. ആരേട്ടത്തി? ആരാന്നറിയില്ല. പോയി നോക്കിയപ്പോ അവിടെ ആരും കാണുന്നില്ല. ഞാൻ കേട്ട് ആരായിരുന്നാവോ? നീ കേട്ടല്ലേ? ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും. ഇതേ കേട്ടോ. പിന്നെ വാ, പോയി നോക്കാം. ഇന്നലെ കള്ളന്മാരും ആയിരിക്കും. നീ ചുമ്മാ ഇരിയാൻ നമുക്ക് നോക്കാം. തോർക്കണ്ട ഏട്ടത്തി, പേടിയാ വന്ന്. ഞാൻ ഇന്നലെ കണ്ട സിനിമയിലും ഇങ്ങനെയായിരുന്നു. നിർത്താതെ ബെല്ലടിക്കുന്നു, വാതിലോർക്കുന്നു, തലക്കിട്ട് ഒറ്റയടി. നീ ചുമ്മാ ഇരുന്നേ. നമുക്ക് അമ്മയെ കൂടെ വിളിക്കാം. എന്തിനാ തലക്കിട്ട് അടി മേടിച്ചു കൊടുക്കാനോ? എത്ര നേരമായി പിള്ളേരെ ആരും ബെല്ലടിക്കണത്? രണ്ടും കൂടെ വർത്താനം പറഞ്ഞ് നിക്കണേണല്ലേ? പേടിച്ചു അല്ലേ മനുഷ്യൻ? എന്തിനാണ് ഒച്ചെടുക്കുന്നത്? പ്രകാശേട്ടനായിരുന്നാ? നീ പിന്നെ ആരാന്ന് വിചാരിച്ചേ? ഒന്നും വിചാരിച്ചില്ല. നീ നേരത്തെ കോളിംഗ് ബെൽ അടിച്ചിട്ട് എങ്ങോട്ടാ പോയത്? ഞാൻ അങ്ങോട്ട് പോവാൻ. പിന്നെ ഞാൻ വന്ന് വാതിലോർന്ന് നോക്കിയപ്പോ ഇവിടെ ആരും കണ്ടില്ല. ഏട്ടത്തി എന്ത് പിച്ചുമ്പയൊക്കെ പറയണേ? പ്രകാശേട്ട പോയ കാര്യം എന്തായി? വാ, ഞാൻ പറയാ. അയ്യോ, നീ എന്താ അങ്ങോട്ട് നോക്കിക്കണ്? അല്ല, നേരത്തെ ആരോ വന്ന് ബെല്ലടിച്ചു, വാതിലോർന്നപ്പോ ആരും കണ്ടുമില്ല. നീ വല്ല ദിവാസ്വപ്നവും കണ്ടതായിരിക്കും. മകനെ, ഞങ്ങളൊന്ന് സംസാരിക്കണം. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. മകനെ, ഞങ്ങൾ പറയണൊന്ന് കേക്ക്. ഇപ്പൊ വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്ററും ആവണിയുടെ കൈ കിട്ടിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. എടോ, ഈ പറയുന്ന ആവണി തന്റെ പെങ്ങളോ അമ്മായിയുടെ മോളോ നല്ലല്ലോ. പിന്നെ അവളുടെ ഭർത്താവിനില്ലാത്ത വിഷമത്തെ എനിക്കെന്തിനാണോ? ഞാനൊരു പോസ്റ്റ്മാനാണ്. എന്റെ ഉത്തരവാദിത്തമാണ് കത്തുകൾ അതാത് ആളുകളുടെ അഡ്രസ്സിലും കയ്യിലും കൊണ്ട് കൊടുക്കണം എന്നുള്ളത്. എന്നിട്ട് താൻ തന്റെ ഉത്തരവാദിത്തം മുന്നേ കുറെ ചെയ്തല്ലോ. പണ്ട് ഞാൻ ഇയാളെ വിശ്വസിച്ചാണ് ഞാൻ ചെയ്ത തെറ്റ്. മകനെ, അന്ന് ചെയ്തതും തെറ്റാണ്, ഇന്നിപ്പോ ചെയ്യുന്നതും തെറ്റാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഇതെങ്ങനെ അവൾ അറിഞ്ഞ അവൾ എന്നെ ഡിവോഴ്സ് ചെയ്താലോ? ചെയ്യട്ടെ. ഇതുപോലെ ചതിയന്മാരായ ഭർത്താക്കന്മാരോട് ജീവിക്കുന്നതിന് നല്ലത് പിരിയണതാ. താൻ ഈ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടേക്ക് കയറി പോണേ? തനിക്ക് അവനോട് പറയണോന്താ? പോയി പറയടാ. അവൻ പോയി പറയട്ടെ. വക്കീല്, അതനാ താൻ ഈ കാര്യം പോയി ആവണിയോട് പറയുമ്പോഴേ ആവണി മോനെ വിട്ട് പോയാൽ കുഴപ്പമില്ല. അവള് എന്തേ പോണില്ലേന്ന്? മദന, ആവണിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗവൺമെന്റ് ജോലിയാണ്.
അത് കിട്ടാതിരിക്കാനുള്ള കാരണക്കാരൻ അവൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന അവളുടെ ഭർത്താവാണെന്ന് അറിഞ്ഞാലോ? കുറഞ്ഞൊന്നും താൻ വിചാരിക്കണം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമോ? തനിക്കൊരു ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? ഭക്ഷണം കഴിച്ചാൽ തൊണ്ടയിൽ നിറങ്ങോടൂ. ജീവിതകാലം മുഴുവൻ താൻ ദുഃഖിക്കേണ്ടി വരും. ഇനി തനിക്ക് പറയണോ? പോയി പറ. ഇരപ്പ ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്നെങ്കിലും ആവണി ഈ വിവരം അറിയും. അധികകാലം എല്ലാവർക്കും എല്ലാവരെയും പറ്റിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. ഇതിൽ താൻ ദുഃഖിക്കും, നോക്കിക്കോ. എടോ, ദുഃഖവും വിഷമവും ഒക്കെ മോഹന് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അയാൾ എന്ത് ചെയ്യാനാ? അയാളുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. മദന പ്ലീസ്, താനിത് ആവണിയോട് പറയാതിരുന്നാൽ മാത്രം മതി. കഴിഞ്ഞില്ല തന്റെ പ്രശ്നം. 5 പൈസ ചെലവില്ലാതെ തന്റെ കാര്യങ്ങളെല്ലാം സോൾവ് ആയില്ലേ? അതാണ് നാരായണൻ വക്കീൽ. എന്റെ നാരായണ വക്കീലെ, പോയി പറയാന്ന് പറഞ്ഞപ്പോ എന്റെ നെഞ്ചൊന്ന് പാളി. അതൊക്കെ സൈക്കോളജിയാണോ? പക്ഷെ ചെലവ് നടത്തണം. ചെലവൊക്കെ നടത്താം. അതല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഞാൻ ആവണീനെ ചതിച്ചു എന്ന് പറഞ്ഞാൽ അവളെ ഞാൻ ചിലപ്പോ തന്റെ ഭാര്യയ്ക്ക് തന്നോട് എത്ര സ്നേഹമുണ്ടോ അതിനനുസരിച്ചിരിക്കും അതിന്റെ വ്യാപ്തി. അയ്യോ, അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാ. അപ്പൊ പിന്നെ സംഭവിക്കും. താൻ ടെൻഷൻ അടിക്കണ്ട. ഞാനൊരു സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് ഞാനും ചതിനാ നോക്കി. അവളിത്രയൊക്കെ ആഗ്രഹിച്ചല്ലേ. തലവേദന ഞാൻ നേരത്തെ കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ കിടന്നില്ലേ? ആ, ഞാൻ കിടക്കാൻ പോവാ. മോനേട്ടാ, നിങ്ങൾ എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. നിങ്ങളുടെ കണ്ണ് കലങ്ങിയിരിപ്പുണ്ടോ? ഇല്ല. എന്തേലും വയ്യായി ഉണ്ട് പറയും മോനേട്ടാ. കുഴപ്പമൊന്നുമില്ല. മീറ്റിങ്ങിന് പോയി വന്നപ്പോൾ മുതലേ നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുക. എന്തോ ഉണ്ട്. നിനക്ക് ചുമ്മാ തോന്നണ. നീ കിടക്കാവണ്. നിങ്ങൾ കിടക്ക്, എന്നിട്ട് ഞാൻ കിടന്നോളാം. അബിയുടെ സൗണ്ടല്ലേ കേൾക്കുന്നേ? അബി, അബി, മാളു, അങ്ങനെ വാതിൽ തുറക്ക്. അബി, മോനേട്ടാ, അബി, വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. അബി, എന്ത് പറ്റി? എന്താ അമ്മ വിളിച്ച് കരയുന്നേട്ടാ.